നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനന്തപുരിയിലേക്ക് വേണുവിനെ രേവതിയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണുവിനെ വിളിച്ചിട്ട് അവർ വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേണു ആണെങ്കിൽ ആകെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പം ഇതിന് നിങ്ങൾക്ക് തെളിവ് തരാനൊന്നും പറ്റത്തില്ല. ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരസ്പരം വിശ്വാസവും കാര്യങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. അതെന്തായാലും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനിനി എൻ്റെ മോളെ ഇവിടെ നിർത്തുന്നില്ല, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാമെന്ന് പറയും കേട്ടോ. ആ തക്കത്തിന് നോക്കി നമ്മൾ അനാമികയും പറയുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണേ. അനാമികയും പറയുന്നുണ്ട്, എന്തായാലും ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് അവരെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇതറിഞ്ഞാൽ നമ്മൾ അനിയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ആകെ സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് അനി കേക്കൊക്കെ മേടിച്ച് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നും കേക്ക് മേടിച്ച് ഞാൻ മുറിച്ച് ഞാൻ ആഘോഷിക്കുമെന്ന് പറയും കേട്ടോ. അതെല്ലാം കഴിയുമ്പോൾ നമ്മളെ ദേവയാനി ആണെങ്കിൽ നേരെ അനാമികയെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയും, വല്യമ്മ വന്നാലൊന്നും ഇനി ഞാൻ വരത്തില്ല, വല്യമ്മ വന്ന് പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല, ഞാനിനി അങ്ങോട്ട് വരത്തില്ല എന്ന് പറയും. ഇതറിയുന്ന ജാനകിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നമ്മളെ നയനടുത്തൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മരുമോളെ ഇവിടുന്ന് ഓട്ടിച്ചപ്പോൾ നിനക്കൊക്കെ സമാധാനമായല്ലോ, ഇനി എൻ്റെ മരുമോളെ ഓട്ടിച്ചിട്ട് ആ മൊട്ടച്ചിയായിട്ട് നടക്കുന്ന അവളെ ഇനി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിരിക്കും അല്ലേ നിൻ്റെയൊക്കെ തീരുമാനമെന്ന് പറയും കേട്ടോ. അന്വേഷണം കെട്ടി കിടക്കുന്നോളെ ഒന്നും ഇവിടെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല, എൻ്റെ അനാമിക മോളെ മാത്രമല്ലാതെ വേറെ ആരെയും മരുമോളായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഒക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.